അസ്സലാമലൈക്കും. ഇന്നത്തേത് ഒരു ഇൻസ്റ്റൻറ്റ് നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല പെർഫെക്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടുനോക്കാം. നമുക്ക് വീട്ടിലേക്ക് പോവാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇല്ലാണ്ട് ഒരുപാട് ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്ത് ആ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. നമുക്ക് അരിപ്പൊടി വെച്ചിട്ടും ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ പച്ചരി വെച്ചിട്ടാവുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് നെയ്യപ്പത്തിന് അത് തന്നെയാണ്. അപ്പോൾ ഞാൻ പകുതി പച്ചരി ഇട്ട് കൊടുത്തിട്ട് 1 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു 5 ഏലക്കായ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണ് ചോറ് നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് പച്ചരിക്ക് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 3 ടേബിൾ സ്പൂൺ ചോറാണ്. ഇനിയിപ്പോൾ ഞാനിത് 1/2 കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. ഫസ്റ്റത്തെ ആ ഒരു ട്രിപ്പ് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തരികളോട് കൂടിയിട്ട് വേണം നമ്മൾ നെയ്യപ്പത്തിലോട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യത് ഞാൻ ഒരു 1/4 കപ്പ് വെള്ളത്തിലാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അരി അരക്കാൻ വേണ്ടിയിട്ട് നമുക്കായിട്ടുള്ളത് 3/4 കപ്പ് വെള്ളമാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഞാൻ ഒരു 4 ക്യൂബ് ശർക്കര ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് ഒരു 1/4 കപ്പ് വെള്ളമാണ്. ഈ ഒരു വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ മാവിലോട്ട് ഞാനിതാ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കര നല്ല ചൂടോടെ തന്നെ അരിച്ചെടുത്തിട്ട് നമുക്ക് ഈ മാവിലേക്ക് ഒഴിച്ചെടുക്കാം. ഉടനെ തന്നെ നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ നമ്മളിത് മിക്സാക്കി എടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു മാവ് വെന്ത് പോകട്ടാം. ഇപ്പോൾ ഇതാ ഞാനത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സാക്കി എടുക്കാം. മൈദ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ശർക്കര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ചെറിയൊരു ചൂട് ആറിയതിന് ശേഷമാണ് കേട്ടോ. ഇപ്പോൾ ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്കിത് വേണ്ടത്. നമുക്ക് ഭയങ്കര തിക്കാവും ചെയ്ത് ലൂസായിട്ട് നിൽക്കുകയും ചെയ്യരുത് കേട്ടോ. ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് ഈ ഒരു നെയ്യപ്പത്തിൻ്റെ മാവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് വെളുത്ത എള്ള് എടുത്തിട്ടുണ്ട്, ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു എള്ള് അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടി മിക്സാക്കി എടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് മിക്സാക്കി കൊടുത്താൽ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒന്നിനും മാറ്റി വെക്കുന്നില്ല, ഉടനെ തന്നെ നമ്മളിത് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്കിതിൽ നിന്നും ഒരു കയ്യിൽ മാവ് ഒഴിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ തീ ഏറ്റവും ലോയിലേക്ക് ഇട്ടിട്ട് വേണം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലാണ് ഉൾഭാഗമൊക്കെ വേവായിട്ട് നല്ല ആരെടുത്തിട്ടുള്ള നെയ്യപ്പം നമുക്ക് കിട്ടുള്ളൂ. പാനിൽ നിന്നും എടുത്തു മാറ്റാം. ബാക്കി കൂടി ഞാനിതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. നമുക്ക് റെസ്റ്റ് ഒന്നും ചെയ്യേണ്ട, ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഈ ഒരു നെയ്യപ്പം വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഓക്കെ.